സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ 4 കാര്യം പറയാൻ വന്നു. അതിൽ 2 എണ്ണം പറഞ്ഞപ്പോഴേ സമയം കഴിഞ്ഞു. അല്ലാഹു ബാക്കി പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അടുത്ത കൊല്ലമാകുന്നുണ്ടോ? അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് റമദാനിൽ വാഴുന്നുണ്ടെങ്കിൽ ബാക്കി വന്ന് പറയാം. അല്ലാഹു ആയുസ്സും ആരോഗ്യം ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എനിക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴി പറയാം. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം വേണ്ടവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. അല്ലാഹു ഈ മജ്ലിസിൽ ഇരുന്നിട്ട് ആരൊക്കെ കൈവക്കുകയോ ഓൻ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈവക്കിയതിന് പകരം നീ നല്ല മരണം കൊടുക്കണം. അവിടച്ചവൻ ഓനെ വെള്ളിയാഴ്ച ദിവസം ഷഹാദത്ത് കലിമ പറഞ്ഞു സ്വർഗം കണ്ട് സംസം വെള്ളം കുടിച്ചു ഒതുവോടുകൂടി മരിക്കാൻ ഭാഗ്യം കൊടുക്കണം. അവിടച്ചവനെ ആ കൈവക്കാത്തവനെ നീ നന്നാക്കണം. അവിടച്ചവനെ ഒന്നുകൂടെ കൈവക്കുക. കാല് വേണമെങ്കിലും പൊക്കി കേട്ടാ. എല്ലാരും കൈവക്കി. നല്ല മരണം സഹോദരൻ, നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയും. ചാടി പൊക്കുന്നല്ലോ എല്ലാവരും. ഇവിടെ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും അറിയോ? നല്ല മരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയാം. വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒതുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷിയാക്കി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തലം ഇറക്കണം. മൂക്കിന്റെ താരം വികസിക്കണം. മുഖത്തു പ്രകാശമുണ്ടാകണം. ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം. ശരീരത്തിലും റൂമിലും സുഗന്ധം ഉണ്ടാകണം. ഇതിനാണ് നല്ല മരണം എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നമുക്ക് യോഗമുണ്ടോ? അവനവന്റെ കാര്യം ചിന്തിക്ക്. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ അല്ലാഹുവേ നമ്മൾ എന്ത് നന്മയാണോ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്ന് 20 നോമ്പ് പിടിച്ചു. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം അല്ലാഹു സ്വീകരിച്ചു എന്ന് പറയാനുള്ള ചങ്കൂറ്റുണ്ടോ? നമുക്കില്ല. എത്രയോ തറാവീഹ് നിസ്കരിച്ചു, എത്രയോ ഖുർആൻ ഓതി, എത്രയോ നന്മകൾ ചെയ്തു. ഈ ചെയ്ത നന്മകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല സഹോദര. കാരണം നമ്മുടെ സ്വഭാവവും നമ്മുടെ അമലും അങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം കിട്ടാൻ ഒരു 4 വരി ബൈത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ 4 വരി ബൈത്ത് പറഞ്ഞു തരട്ടെ. ഈ പറയുന്ന 4 വരി ബൈത്ത് നിങ്ങൾക്കൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ? ഞാൻ പറയുന്ന ഈ 4 വരിയുള്ള ബൈത്ത് നിങ്ങളെ നിനക്കൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ? നിങ്ങളെ അല്ലാഹു നിനക്ക് നല്ല മരണം തരും. നിങ്ങള് അല്ലാഹു നല്ല മരണം തരും. ചെറുപ്പക്കാരാ, എല്ലാ ദിവസവും പറയുന്നില്ല. എല്ലാ ദിവസവും ഇത് നീ പറയണ്ട. നിങ്ങളെ വെള്ളിയാഴ്ച ദിവസം ഒരു 5 പ്രാവശ്യം നിനക്ക് പറയാൻ കഴിയുമോ? വേടന്റെ പാട്ട് പാടി നടക്കുന്ന ചെറുപ്പക്കാരാ, അതുകൊണ്ട് നിനക്ക് ആഖിബത്ത് നന്നാകില്ല. നല്ല മരണം കിട്ടാൻ ഞാനൊരു ബൈത്ത് പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയുന്ന ബൈത്താണ്. എല്ലാ ദിവസവും പറയുന്നില്ല. വെള്ളിയാഴ്ച ദിവസമല്ല, ഒരു 5 പ്രാവശ്യം ഈ ബൈത്ത് പാരായണം ചെയ്താൽ നല്ല മരണം തരും. പെങ്ങള് ഏത് ബൈത്താണെന്നറിയുമോ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ അലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിർ ദംബിൽ അളീമി إلهي لست للفردوس أهلا على أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم
എല്ലാവർക്കും അറിയുന്ന ഒരു 4 വരിയാടോ, എല്ലാവർക്കും അറിയുന്ന ഒരു 4 വരിയാടോ. നിങ്ങളെ പാടാൻ മറക്കല്ലേ മോള്. എല്ലാ വെള്ളിയാഴ്ച ദിവസം നിനക്ക് സമയം കിട്ടുമ്പോ ഓടുകൂടി ഇരുന്നിട്ട് ഒരു 5 പ്രാവശ്യമെങ്കിലും പടച്ചവനെ ഒന്ന് പാരായണം ചെയ്യൂ. അല്ലാഹുവേ എല്ലാ ആഖിറത്ത് നന്നാക്കണേ അല്ലാ, നല്ല മരണം കിട്ടണേ അല്ലാ എന്ന നിയത്തോടെ പാരായണം ചെയ്യൂ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിറത്ത് നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, ദുആ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരാഗ്രഹമേ ഉള്ളൂ, ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. പഠിച്ചു വരികുന്ന 1 പവൻ സ്വർണ്ണത്തിന് 1 ലക്ഷം രൂപയുടെ മുകളിൽ വിലയാ സഹോദരാ. 1 ലക്ഷം രൂപയുടെ മുകളിലാണ് 1 പവൻ സ്വർണ്ണത്തിന്. സ്വപ്നം കാണുകയാ സഹോദരാ. എത്രയോ പാവങ്ങളുണ്ടോ നിങ്ങളുടെ നാട്ടിൽ, എത്രയോ യതീമീങ്ങളുണ്ട്. പഠിച്ചവനെ സ്വന്തം മകളുടെ വിവാഹത്തിന് സ്വപ്നം കാണുന്നവർ തന്റെ പൊന്നുമോൾക്ക് 100 പവൻ കൊടുക്കാൻ ആഗ്രഹമില്ല. തന്റെ പൊന്നാര മകൾക്ക് പടച്ചവനെ എവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്? അല്ലാ സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. നമ്മൾ പോലും ഇന്ന് പൈസ കൊടുക്കാൻ പടച്ചവനെ സ്വർണ്ണം വാങ്ങാൻ നമ്മളെ പോലും പലർക്കും കഴിയുന്നില്ലടോ. അപ്പോഴെങ്ങനെ ആരാരുമില്ലാത്ത ഇത്രങ്ങളായ പെൺകുട്ടികൾ നിങ്ങളുടെ നാട്ടിലില്ല. പാവപ്പെട്ടവർ ക്യാൻസറും ട്യൂമറും തളർന്ന് കിടക്കുന്ന ഉപ്പമാര് സ്വന്തം മക്കളെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയും? പടച്ചവര് സങ്കടത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ടോ. അവരെ നമ്മൾ മറന്നിട്ട് നമ്മൾ എന്ത് പുണ്യം ചെയ്തിട്ട് എന്ത് നേടാനാ സഹോദരാ? ആ പാവപ്പെട്ടവരുടെ കണ്ണുനീര് ശാപമല്ലേ പെണ്ണേ? ഇന്ന് പള്ളികളിൽ ലെറ്റർ കൊടുത്തു വിടുകയാണ്. ഇവര് യാചിക്കാൻ അർഹതയാണ്, ഇവർക്ക് യാചിക്കാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞ് പള്ളി കമ്മിറ്റിക്കാര് ലെറ്റർ എഴുതിയിട്ട് നാട് മുഴുവനും പിരിവെടുക്കാൻ പറഞ്ഞു വിടുന്ന കാലമല്ലേ സഹോദരാ? വല്ലാത്ത സങ്കടമാടോ, വല്ലാത്ത സങ്കടമാടോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മളല്ലേ അവരെ ചേർത്ത് പിടിക്കേണ്ടത്. അവരുടെ ദുആയുടെ മഹത്വം നമുക്കറിയാനിട്ടാണ്. ആയ പെൺകുട്ടിയുടെ ഒരു ദുആ മതി നിന്റെ തലമുറകൾ പോലും രക്ഷപ്പെടാൻ, നിന്റെ തലമുറകൾ പോലും രക്ഷപ്പെടാൻ ഒരു ദുആ മതി സഹോദരാ. എത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടാകണ്ട്, നമ്മളെ കൊണ്ടൊരു ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടാകണ്ട്. എന്നോട് പറഞ്ഞില്ല, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പറയുകയാണ്. ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പിരിഞ്ഞു പോകുമ്പോ നാട്ടിലെ യതീമായ ഒരു മകൾക്ക് 1 പവനെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ, പെൺകുട്ടികളുടെ വിവാഹം വരുമ്പോ 1 പവൻ സ്വർണ്ണമെങ്കിലും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു സന്തോഷമാണോ? അതൊരു വലിയ നല്ല കാര്യമാണോ? കുടുംബത്തിന്റെ ദുആ കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾക്ക് നമ്മളൊന്ന് വിചാരിച്ചാൽ നടക്കുമടോ? ഞങ്ങൾക്ക് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എല്ലാവരും പറഞ്ഞു നല്ല മരണം വേണമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കടോ. ഞാൻ എന്നോട് ചോദിക്കാം, ഇരിക്കുന്ന ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, അല്ലാഹു ഒരു നല്ല മരണം തരാൻ ഒരു നന്മ ചെയ്യാതെ പറ്റുമോ? എന്തെങ്കിലും ഒരു നന്മ ചെയ്യണ്ട്. നീ നിസ്കരിക്കാറുണ്ട്, നീ നിസ്കരിക്കാറുണ്ട്. നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഏറ്റവും ചെറിയ സൂറത്താണ് ഓതുന്നത്. 4 പേര് കാണാനുണ്ടെങ്കിൽ നീ വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കും. ആള് കാണാനില്ലെങ്കിൽ എളുപ്പത്തീർക്കും. ഇതാണ് നമ്മുടെ നമസ്കാരം. നമ്മുടെ പടച്ചവനെ സദഖ കൊടുക്കും. നാട്ടുകാരറിയണം, പേര് വിളിച്ചു പറയണം, നമസ് വെക്കണം. വാട്സപ്പിലൂടെ നിനക്ക് വേണ്ടി ദുആ വേണം. എങ്കിലേ നമ്മൾ കൊടുക്കാൻ തയ്യാറാകും. പടച്ചവനെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നാട്ടുകാർക്ക് മുഴുവനും അറിയാം നീ ഹജ്ജ് ചെയ്തവനാണെന്ന്, നീ ഉംറ ചെയ്തവനാണെന്ന്, നീ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവനാണെന്ന്. ഇതൊന്നും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് പ്രതിഫലം കിട്ടാൻ സാധ്യതയില്ല സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ രാവുകളാണ്. നരകമോചനം തേടേണ്ട, സ്വർഗപ്രവേശനം തേടേണ്ട പുണ്യമായ രാത്രിയാ സഹോദരാ. അല്ലാഹുവേ
രാവാ, 21-ാം രാവാ സഹോദരാ. മക്കളെ, അല്ലാഹുവേ ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയണേ. ഞാൻ ചോദിക്കുന്ന സമയത്ത് ചാടി എഴുന്നേറ്റ് 21 അൽഹംദുലില്ലാഹ് ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവർ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, നിങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു നിർബന്ധം എനിക്കൊന്നുമില്ല. എന്റെ അടുത്ത് നിർബന്ധിച്ച് പിരിക്കാൻ അവർ പറഞ്ഞിട്ടുമില്ല. എന്തെങ്കിലും കിട്ടി അൽഹംദുലില്ലാഹ്. ഞാൻ ബക്കറ്റിനകത്ത് കിട്ടിയ പൈസ എണ്ണി ഇവിടെ കൊണ്ടുവന്നു. ബക്കറ്റിന്റെ അകത്ത് കിട്ടിയ പൈസ എത്രയുണ്ടെന്ന് അതുവരെ എണ്ണി ഇവിടെ കൊണ്ടുവച്ചിരിക്കാം. എന്തെങ്കിലും കിട്ടിയാൽ അത് പാപങ്ങൾക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇടയ്ക്കിടെ സമയം കിട്ടുമ്പോൾ അവനവനൊന്ന് ചിന്തിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 36 വയസ്സുള്ള ഉസ്താദിന്റെ കഥ. ഒരു 36 വയസ്സുള്ള ഉസ്താദ് സുഖമില്ലാതെ ഐസിക്കിനകത്ത് കിടക്കുകയാണ്. ഉസ്താദിനെ ഡോക്ടർ വന്ന് പരിശോധനയൊക്കെ പരിശോധന നടത്തിയിട്ട് ഇറങ്ങി പോകുമ്പോ നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചേക്കാൻ. ഡോക്ടർ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. സത്യത്തിൽ ഉസ്താദ് ഇത് കേട്ടത് ഉസ്താദിന്റെ മനസ്സിലായി. കുറച്ചു കഴിഞ്ഞപ്പോ നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഉസ്താദ് കിടന്ന് വല്ലാതെ കരയുന്നു. എത്ര പറഞ്ഞിട്ട് കരച്ചിൽ നിർത്തണില്ല. അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ പ്രശ്നമാണ്, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരാൻ. ഡോക്ടർ ഉസ്താദിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി ഞങ്ങൾ പരിശ്രമിക്കുന്നു. ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ. നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ കരയുന്നല്ലോ. ഈ അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് മുഴുവനും അത് പ്രശ്നമാണ്. നിങ്ങൾ മതം പഠിച്ച ഒരാളാണ്, നിങ്ങൾ കരയരുത്. ഉസ്താദ് പിന്നെയും കരയാം. ചെറുപ്പക്കാരനായ ഡോക്ടർക്ക് ദേഷ്യം വന്നു. ഡോക്ടർ ദേഷ്യത്തോട് ചോദിച്ചു, മരിച്ചു പോകുമെന്നുള്ള പേടി കൊണ്ട് കരയുകയാണോ? മരിച്ചു പോകുമെന്നുള്ള പേടി കൊണ്ട് കരയുകയാണോ? ഉസ്താദ് ഡോക്ടറോട് പതിയെ സ്വരത്തിൽ പറഞ്ഞു, മരിക്കാൻ പേടിച്ചിട്ടൊന്നുമല്ല കരയുന്നത്. ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയൊക്കെ ഓർത്തിട്ടാണോ? എന്നാ പിന്നെ നേഴ്സിനോട് പറഞ്ഞു, ഫോൺ തന്നെ ഉപയോഗിക്കാൻ പാടില്ല, ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഉസ്താദ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 മക്കളുണ്ട്. ഉസ്താദിനോട് ചോദിച്ചു, ഭാര്യയെയും മക്കളെ ഓർത്തിട്ട് കരയാൻ? അപ്പോഴും പറഞ്ഞു അല്ല. അപ്പൊ ഡോക്ടർ അമുസ്ലിം അദ്ദേഹത്തിന് അത്ഭുതം, മരിക്കാൻ പേടിയില്ല. തന്റെ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 മക്കളെ വിട്ട്, ഭാര്യ വിട്ട് വിട പറയുന്നതിൽ പേടിയില്ല. പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ കരഞ്ഞെന്നറിയോ താത്ത? ആ 36 വയസ്സുകാരനായ ഉസ്താദ് കരഞ്ഞത് എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ മുമ്പിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, എന്ത് ധൈര്യത്തിലാണ് ഞാൻ പോവാം? ആ 36 വയസ്സുള്ള മനുഷ്യൻ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോ ഞാൻ എന്തും കൊണ്ടുപോകും. അശ്വന, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ആ പേടി കൊണ്ടാണ്. ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ അസറായിൽ വന്നിട്ട് വാങ്ങു പറഞ്ഞ, ഉപ്പാ എന്തുണ്ട് ഉപ്പാ നിന്റെ കയ്യിൽ? നീ എന്ത് പുണ്യമാറ്റി, നീ എന്തോ ഇങ്ങനെ സ്വർഗത്തിന്റെ പാസ് നിന്റെ പോക്കറ്റിൽ ഇരിക്കണമല്ലേ നീ നടക്കണേ? നീ ആലോചിച്ചിട്ടുണ്ട്? ഇന്ന് രാത്രി നീ മരിച്ചുപോയാ നിനക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും 1000 നന്മയൊന്നും വേണ്ടോ, ഒരെണ്ണമെങ്കിലും ചെയ്തു. എന്തെങ്കിലും ഒരു നന്മ. ഞാൻ എന്റെ പെങ്ങളോട് പറയുന്നതാ, മോളെ എന്തെങ്കിലും ഒരു സുബ്ഹാനല്ലാഹെങ്കിലും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു നന്മ ചെയ്തു വെച്ചാൽ മാത്രമേ അള്ളാഹു നമുക്ക് നല്ല മരണം തരൂ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈ യതീമായ ഒരു പാവപ്പെട്ട പെൺകുട്ടി, എത്രയോ യതീമുകളൊക്കെ ഉണ്ട്, എത്രയോ യതീമുണ്ട്. ഏതെങ്കിലും ഒരു യതീമിന്റെ കല്യാണം നടക്കുമ്പോ, ഉസ്താദേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിലുള്ളത് നിങ്ങൾ ഒരു പവൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല. ഉസ്താദ് ഏതെങ്കിലും ഒരു യതീമായ മോളുടെ കല്യാണം നടക്കുമ്പോ ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. ഉസ്താദേ, എന്റെ പെങ്ങളെ ഒറ്റ പ്രതിഫലം അല്ലാഹു നിനക്ക് തരും. നീ മരിക്കുമ്പോ നിന്റെ കണ്ണി കൊണ്ടുവന്ന് അല്ലാഹു കാണിച്ചു തരും നീ കൊടുത്തതിന്റെ പ്രതിഫലം. ഇന്നല്ലാഹു അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. സ്വർഗ്ഗം അല്ലാഹു കാണിച്ചു തരും. നീ മരിക്കുന്ന സമയത്ത് ഈ കൊടുത്തതിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ കണ്ണി കൊണ്ടുവന്ന് കാണിച്ചതിന് നോക്കടി.
ഇതാ സ്വർഗം. നീ ആ യതീമായ മകളെ സഹായിച്ചിട്ട് ആ പൊന്നുമോൾ ആരാരുമില്ലാതെ 10, 20, 25 വയസ്സായിട്ട് വീടിന്റെ കത്തിരുന്ന കരയുന്ന ആ പൊന്നുമോളുടെ കണ്ണുനീര് നീപ്പില്ലേ? അല്ല നിനക്ക് തരുന്ന പ്രതിഫലം സ്വർഗമാ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരും. കണ്ടിട്ട് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ എന്ന് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് സമാധാനത്തോടെ. ഇല്ലെങ്കിൽ അടുത്ത റമദാൻ വരുന്നുണ്ട്. അടുത്ത റമദാനിൽ വഴുതു വെക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ നാളെ നടത്തണമെന്നില്ല, സമയമുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് റമദാൻ എന്നെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഒരു യതീമായ മകളുടെ വിവാഹം നടക്കുമ്പോൾ ഉസ്താദേ, 1 പവനല്ല 1 ഗ്രാം സ്വർണ്ണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. 1 ഗ്രാമെങ്കിലും 1 ഗ്രാം മതി ഇൻഷാ അല്ലാഹ്. ഉസ്താദേ, എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഒരു പൊന്നുമോളുടെ നിക്കാഹ് നടക്കുമ്പോൾ 1 ഗ്രാം സ്വർണ്ണം ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം ഉസ്താദേ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ കൊടുക്കണോ? എത്ര പേര് വിട്ടിരിക്കുന്നില്ലേ? ആരെങ്കിലും ഒരാൾ 1 ഗ്രാം സ്വർണ്ണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ഒരു സഹോദരൻ, പേരെനിക്ക് വേണ്ട, പേര് വേണ്ട, ഇവിടെ എഴുതി വെച്ചോ, പേര് പറയണ്ട. എത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാണെന്ന് എനിക്കറിയില്ല റബ്ബേ, നീയാണ് മനസ്സ് കൊടുത്തത്, നീയാണ് പറയിപ്പിച്ചത്. മനുഷ്യന്റെ സ്വതക്ക നീ സ്വീകരിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, ഞങ്ങൾ പറഞ്ഞ അഫ്ദൽ ദിക്ർ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മണിയറയാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പാവപ്പെട്ടവന്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ, ഒരു സഹോദരൻ 1 ഗ്രാം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? 25,000 രൂപ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. പൈസയാ പറഞ്ഞു. എന്താ ഈ മഹല്ലിൽ സുഖമില്ലാത്തവർ അൽഹംദുലില്ലാ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. വലിയ പ്രയാസത്തിൽ കഴിയുന്നു ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ കാര്യം നിങ്ങൾ പരിഗണിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് ഉസ്താദ് 1 ഗ്രാം ഇന്നൊന്നും കൊടുക്കണ്ട, പെൺകുട്ടി ആരാണെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് സമാധാനം. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ തെരഞ്ഞെടുത്തു തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. പേര് നിനക്കറിയാം, ആഗ്രഹം നിനക്കറിയാം, വീട് നിനക്കറിയാം. സമ്പത്തുള്ള ഒരുപാട് പേര് മിണ്ടാതെ ഇരുന്നപ്പോ പടച്ചവനെ മനസ്സ് കൊടുത്ത് നീ തെരഞ്ഞെടുത്ത മനുഷ്യനാണ് റബ്ബേ. ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയോ മണിയറയാക്കണേ അല്ലാഹ്. മണിയറയാക്കണേ അല്ലാഹ്. കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. 2 പേര് ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. ഗൾഫിൽ ഇരുന്ന മോനെ കൈ പൊക്കി അൽഹംദുലില്ലാ. പടച്ചവനെ, ഒരു സഹോദരൻ 25,000 രൂപ, പടച്ചവനെ ഒരു സഹോദരൻ 1 ഗ്രാം സ്വർണ്ണം, പടച്ചവനെ ഒരു പ്രവാസിയായ ഒരു സഹോദരൻ 1 ഗ്രാം സ്വർണ്ണം സദഖ ചെയ്യുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ചങ്ങായി ഇവിടെ എന്താ ചങ്ങായി പറഞ്ഞോ? ഹബീബേ മോൻ അയാൾ എന്താ പറഞ്ഞ? ഇവിടെ ഒരാള് ആരോ പറഞ്ഞു. അവിടെ ഒരാള്
ഒരു ഗ്രാമം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ അവിടെ ഒരു സഹോദരനെ പേരെഴുതി റഹ്മാനെ, ഒരു ഗ്രാമ സ്വർണം നീ സ്വീകരിക്കണേ തമ്പുരാനെ, അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാനെ. ഈ 4 പേരെയും നീ കൈവിടല്ലേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. 4 അഞ്ചാമത്തെ ആളാരെങ്കിലും ഉണ്ടോ? 8 ഗ്രാമങ്ങളുടെ ഒരു ഭവനാകുമ്പോൾ 5ാമത് ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഉസ്താദെ ഒരു യതീമായ മകൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് സയ്യിദ് മുഹമ്മദ് കുട്ടി എന്ന സഹോദരൻ ഒരു ഗ്രാമം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ സ്വീകരിക്കണേ തമ്പുരാനെ, അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാനെ, ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാനെ, കുടുംബസമേതം സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്. 5 ആറാമത്തെ ആളാരാ? അൽഹംദുലില്ലാഹ് പടച്ചവനെ 6ാമതൊരു സഹോദരൻ ഉസ്താദേ ഒരു ഗ്രാമ സ്വർണം ഞാൻ തരാം. ഒരുപാട് സമ്പന്നന്മാരും മിണ്ടാതെ ഇരിക്കുന്ന പടച്ചവന്, ഇത് റമദാൻ മാസമാണ് പടച്ചവന്, യതീമിന് വേണ്ടിയാണ് തമ്പുരാന്. ആ സഹോദരന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാഹ്, അറുത്തു മുറിക്കല്ലേ അല്ലാഹ്, കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാഹ്, നല്ല മരണം കൊടുക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാഹുവേ. പ്രവാസിയായ ഒരു സഹോദരൻ 7ാമതൊരു ഗ്രാമ സ്വർണം സദഖ ചെയ്യുന്ന തമ്പുരാനെ, പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ് തമ്പുരാനെ, സമാധാനം കൊടുക്കണേ തമ്പുരാനെ, ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ, ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ, അപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. 7 ഒരു ഗ്രാമം കൂടെ വേണം. ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹ് 8ാമതൊരു സഹോദരൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മരിക്കുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകണം ഉസ്താദ്. സഹോദരന്റെ സ്വതക്ക സ്വീകരിക്കണേ തമ്പുരാനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരൊക്കെ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടോ ഈ സ്വലാത്ത് ഞങ്ങൾ പറഞ്ഞ ദിക്ർ അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് ആ സഹോദരനെ കൊടുക്കണേ അല്ലാഹ്, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. 8 ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉസ്താദെ ഒരു ഗ്രാമം കൂടെ ഞാൻ തരാം. നാളെ കൊടുക്കണ്ട, അടുത്ത മാസം കൊടുക്കണ്ട, സമാധാനത്തിൽ ഇൻഷാ അല്ലാഹ്. ഒരു പ്രവാസിയാണ് അല്ലാഹുവേ റസാഖ് എന്ന് പറയുന്ന സഹോദരൻ, പ്രവാസിയാണ് റബ്ബേ, കഷ്ടപ്പാടിന്റെ വിലയറിയുന്ന സഹോദരനാണ് റബ്ബേ. ഉസ്താദേ 3 ഗ്രാമ സ്വർണം ഞാൻ തരാം അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബേ, ബറക്കത്തും നൽകണേ റബ്ബേ, ജോലിയിലെ സ്ഥിരത കൊടുക്കണേ റബ്ബേ, സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്, ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്, കുടുംബസമേതം മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഈ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, നല്ല മരണം കൊടുക്കണേ അല്ലാഹ്, സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും നീ കൊടുക്കല്ലേ അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ പടച്ചവനെ, റഹ്മാനായ അല്ലാഹ് 11 ഗ്രാമ സ്വർണ്ണമായി തമ്പുരാനെ, എല്ലാ പെണ്ണുങ്ങളും സ്വർണ്ണം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണിന്റെ മനസ്സൊരു പെണ്ണിനെ അറിയോ പടച്ചവര്, ഒരാൾ പോലും ഈ കൂട്ടത്തിൽ നീ തെരഞ്ഞെടുത്തില്ല റഹ്മാനെ. ആദ്യമായിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു സഹോദരി 2 ഗ്രാമ സ്വർണ്ണം പടച്ചവനെ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മണ്ണിനടിയിലാണ് തമ്പുരാന്,
ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. ഈ പറഞ്ഞ അഫ്ളൽ ദിക്ർ ആ മനുഷ്യന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. മണിയറയാക്കണേ അല്ലാ. കർത്താവിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ഈ പെണ്ണുങ്ങളുടെ ആദ്യമായിട്ട് പറഞ്ഞ സഹോദരിയാണ്, മരിച്ചാൽ ഇതുപോലെ മരിക്കണമെന്ന് മയ്യത്ത് കാണുന്നവര് പറയുകയും കൊതിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മരണം കൊടുക്കണേ റബ്ബേ. കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. 13 ഗ്രാം സ്വർണ്ണമായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഏതെങ്കിലും ഒരു സഹോദരി ഉസ്താദെ 1 ഗ്രാം ഞാൻ തരാം, ഒരു യതീമിനല്ലേ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ 14ാമത് തന്റെ പൊന്നാര മകൾക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ 1 ഗ്രാം സ്വർണ്ണം സദഖ ചെയ്യുന്നു സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ആ പൊന്നുമോൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാഹ്. നിന്നെ ഭയന്ന് ജീവിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് 14 ഗ്രാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ പടച്ചവനെ 15ാമത് ഉസ്താദേ 1 ഗ്രാം സ്വർണ്ണം തരാമെന്ന് പറഞ്ഞ് നീയത്ത് ചെയ്യുന്നു, നീ സ്വീകരിക്കണേ തമ്പുരാന്. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവന്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാന്. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ തമ്പുരാന്. ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. ഉസ്താദേ തന്റെ പൊന്നുമോളുടെ ടെൻഷൻ മാറാ, തന്റെ പൊന്നുമോളുടെ സങ്കടങ്ങൾ മാറാ 2 ഗ്രാം സ്വർണ്ണം സദഖ ചെയ്യുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാഹ്. എന്ത് പ്രയാസമാണെങ്കിലും നീ പരിഹരിക്കണേ അല്ലാഹ്. ആ പൊന്നുമോൾക്ക് സമാധാനം കൊടുക്കണേ അല്ലാഹ്. ആ പൊന്നുമോളുടെ പ്രയാസം മാറ്റണേ അല്ലാഹ്. ആ പൊന്നുമോൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാഹ്. ഉമ്മാടെ കൈപിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന മകളായി ആ പൊന്നുമോളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. കുടുംബസമേതം സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്. 16 ഗ്രാം സ്വർണ്ണം അൽഹംദുലില്ലാഹ്. മൊയ്തീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ 17 റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ആഖിറത്ത് നന്നാക്കണേ റബ്ബേ. കുടുംബസമേതം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. 18ാമതാര ഇൻഷാ അല്ലാഹ്. ഉസ്താദെ 1 ഗ്രാം സ്വർണ്ണം നിങ്ങൾ ഇപ്പോഴൊന്നും തരണ്ടോ, സമാധാനത്തിൽ മിക്കവാറും അടുത്ത വയതിന് മതി. ഇൻഷാ അല്ലാഹ് അടുത്ത റമളാനിൽ നമ്മൾ വയത് വെക്കുമ്പോൾ അന്ന് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണിന് കൊടുക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. തന്നോ? അതൊക്കെ തരുന്നില്ലേ? അല്ല, അതിനല്ലേ സമയം പറയുന്നത്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് 18 ആരാ 19ാമത്തെ ആള് ഉസ്താദെ നല്ല മനസ്സോടെ 1 ഗ്രാം സ്വർണ്ണം, എനിക്ക് വേറൊന്നും വേണ്ട, ഇന്നും മരിച്ച അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകണം. 18 ഒരാൾ, ആരെങ്കിലും 2 പേരോട് എനിക്ക് വേണം. അൽഹംദുലില്ലാഹ് ഒരു സഹോദരി 19ാമത് റബ്ബേ. ഒരു ചെറുപ്പക്കാരൻ 20ാമത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 20 പേരായി റബ്ബേ, 20 ഗ്രാം സ്വർണ്ണമായി റബ്ബേ സ്വീകരിക്കണേ തമ്പുരാന്. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവന്. ആ ഉയർത്തിയ കയ്യ് മരിക്കുമ്പോഴും ഒരാളുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. മരണം കൊടുക്കണേ റബ്ബേ. ആ പെണ്ണുങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. 20 ഗ്രാം. അല്ലാഹുവേ പടച്ചവനെ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ റഹ്മാനുറഹീമായ പടച്ചവനെ, 2 ഗ്രാം സ്വർണ്ണം സദഖ ചെയ്യുന്ന റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്.
സമാധാനമാക്കണേ അല്ലാ. സ്വർഗ്ഗ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. മണിയറയാക്കണേ അല്ലാ. ഭർത്താവിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ. കുടുംബസമേതം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പൊന്നുപെങ്ങൾക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. 22 ഗ്രാമം 24 ഗ്രാമം എത്രയായി? 3 പവനായി. 2 ഗ്രാം കൂടി എനിക്ക് വേണം. ഞാൻ അതിനായിരിക്കുന്നത് 2 ഗ്രാം സ്വർണം കൂടെ ആയാൽ 3 പവനാകും. അള്ളാഹു ഇഷ്ടപ്പെട്ട 2 പെണ്ണുങ്ങൾ എഴുന്നേൽക്കുക. എഴുന്നേറ്റാണോ? അല്ല ഇഷ്ടപ്പെട്ടവർ എഴുന്നേറ്റാൽ മതി. 23, 24, 24, 25, 26. ഇനി ആരെങ്കിലും ഉണ്ടോ? 27ാമത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റോ? 1 ഗ്രാം സ്വർണം 27. ഞങ്ങളിരുന്നോ? എഴുന്നേറ്റവരിരുന്നോ? 27. 28ാമത് ആരെങ്കിലും ഉണ്ടോ? 28ാമത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് ഉസ്താദെ 1 ഗ്രാം സ്വർണം നീ സമാധാനത്തിൽ കൊടുത്താൽ മതി. അൽഹംദുലില്ലാ ഒരുപാട് സമയമുണ്ട്. 28ാമത് ആരാവുന്ന എഴുന്നേറ്റ് ഒരു താത്ത കൂടെ എഴുന്നേക്കണം. അൽഹംദുലില്ലാ അല്ലാഹു പാവം 28 ദാ ഇൻഷാ അല്ലാഹ് നമ്മുടെ നിങ്ങളുടെ കുടുംബക്കാരാന്ന് തോന്നുന്നു. അസീസക്കാരുടെ കുടുംബത്തിൽ നിന്നാണ് ഒന്ന് ചാടി എഴുന്നേറ്റിട്ടുണ്ട്. അൽഹംദുലില്ലാ 29. 30ാമത്തെ ആളാരാ? നിർത്തട്ടെ. 30ാമത്തെ ആളാരാ? നല്ല മനസ്സോടുകൂടി 30ാമത്തെ ആളെഴുന്നേറ്റ് ഉസ്താദെ 1 ഗ്രാം സ്വർണം എന്റെ വക. ആരാ താത്ത? എഴുന്നേക്ക് താത്ത. ഞാൻ പിരിക്കത്തില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ ഇരുന്നാ എനിക്കൊരു ലഹരിയാ പിരിയ. ഞാൻ ഇങ്ങനെ ഇരിക്കും. എന്റെ മനസ്സിലുണ്ട് ഞാൻ അതുവരെ ഇവിടെ ഇരിക്കും. നിങ്ങൾ ക്ഷമയോട് കൂടി അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 29 ഗ്രാം 30ാമത്തെ ആളാരാ? നല്ല മനസ്സോടെ ഒരു സഹോദരി എഴുന്നേറ്റ് ആരെങ്കിലും ഏതെങ്കിലും ഒരു സഹോദരി എഴുന്നേക്ക് ഉസ്താദെ 1 ഗ്രാം ഞാൻ തരാം. എഴുന്നേക്കറോ? പെണ്ണുങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. പ്രമാണം എഴുതിയിടും. അൽഹംദുലില്ലാ 1 ഗ്രാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവരെ 1 ഗ്രാം സ്വർണം ചോദിച്ചപ്പോ അല്ലാഹുവേ 30 ഗ്രാം സ്വർണം നൽകതും പുരാര് പടച്ചവരെ ഇവരെ ഓരോരുത്തരുടെയും പേര് നിനക്കറിയാം, വീട് നിനക്കറിയാം, മനസ്സ് നിനക്കറിയാം. നീ കൈവിടല്ലേ തമ്പുരാന്. ഈ സഹോദരിമാര് ഒരുപാട് പ്രയാസം അനുഭവിച്ചവരാണ്. അവരുടെ രോഗങ്ങൾക്ക് ശിവ നൽകണേ അല്ലാ. അവരുടെ വേദനകളെ മാറ്റി കൊടുക്കണേ അല്ലോ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലോ. അവരുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണേ അല്ലോ. അവരുടെ മക്കളെ സ്വാധീനങ്ങളാക്കണേ അല്ലോ. അവരുടെ മുഖത്ത് കണ്ട സന്തോഷം മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തണേ അല്ലോ. നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മോനെ മൈക്ക് നീ അകത്തായി പോകും. മൈക്ക് സിറ്റ് കുറച്ച് ഞാനങ്ങ് പോകും. അപ്പൊ അൽഹംദുലില്ലാ 31 ഗ്രാം സ്വർണമായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരിക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അതിന്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റുന്ന പടച്ചവനെ. 31 ഗ്രാമായ എത്ര പവനായി? 1 ഗ്രാം കൂടെ ഉണ്ടെങ്കിൽ 4 പവനായി. ആരെങ്കിലും ഉണ്ടോ എന്റെ കൂടെ? ഒരൊറ്റ ഒരാൾ കൂടെ ഗണേശന്റെ വിളി വരുന്നപ്പോൾ അതുകൊണ്ടാണ്. ആരെങ്കിലും ഒരാൾ കൂടെ ഒന്ന് മനസ്സ് വെച്ച് സാധേ 1 ഗ്രാം ഞാൻ തരാം. ആരെങ്കിലും ഉണ്ടോ? അവസാനമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. ആരില്ല? ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ. ഒരു 1 ഗ്രാം ആയാലും മതി. 2 പേര് വിചാരിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ റസിയ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു പടച്ചവനെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. അതിന്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ പടച്ചവനെ. നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. കുടുംബസമേതം നീ സ്വർഗ്ഗത്തിലെത്തിക്കണേ റഹ്മാനെ. അപ്പൊ അൽഹംദുലില്ലാ 4 പവൻ സ്വർണ്ണം നിങ്ങൾ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് നാളത്തേക്ക് മാറ്റി വെക്കുക. ഓരോ ദിവസം വരെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ നിങ്ങളായി ഏറ്റെടുത്തവർ ഇൻഷാ അല്ലാഹ് ഈ കമ്മിറ്റിയുമായിട്ട് സീസക്കായുമുള്ള ഉൾപ്പെടെയുള്ള ആ കമ്മിറ്റിയിൽ പൈസ ഉണ്ടെങ്കിൽ നേരത്തെ കൊണ്ടുവന്ന് കൊടുത്തേക്കാം. മൻസൂർ അൽഹംദുലില്ലാ നിങ്ങൾ ഇവരെ സമീപിക്കുക. നിങ്ങളുടെ ഉള്ളത് കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ആ ഹക്കടപാടുകൾ തീർക്കുക. അല്ലാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യല്ലേ? അദ്ദേഹം ഒരു പ്രിയപ്പെട്ട സഹോദരനെ കുറിച്ച് പറഞ്ഞു. വലിയ പ്രയാസത്തിൽ കഴിയുന്ന വീട് വളരെ ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ കഴിയുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അൽഹംദുലില്ലാ
ഇൻഷാ അല്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാ കഴിവിന്റെ പരമാവധി വീടിന് സ്ഥലമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ അദ്ദേഹം പ്രയാസത്തിൽ കഴിയുവാണ്. അൽഹംദുലില്ലാ അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗത്തിന് അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ആ സഹോദരൻ അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ആ സഹോദരൻ 5000 രൂപ നിങ്ങൾ തന്നെ ഇൻഷാ അല്ലാഹ് അതിലേക്ക് കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. 10000 രൂപ അൽഹംദുലില്ലാ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ഇൻഷാ അല്ലാഹ്. ഒരു ചെറിയ പരിചയത്തിൽ അദ്ദേഹം പറയുന്നു അല്ലാഹു പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതുകൂടെ ഒരു പരിഗണന ഒരു അപേക്ഷയായി തന്നെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ആ സ്റ്റോക്ക് ആയി കിടക്കുക അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കാൻ അവിടച്ചവന് ആ കുടുംബത്തിന് ഒരു സഹോദരൻ ഇൻഷാ അല്ലാഹ് 1 ഗ്രാം സ്വർണ്ണം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. 1/2 ഗ്രാം ആരെങ്കിലും ഉണ്ടോ? 2 പേര് ചേർന്ന് 1 ഗ്രാം കൊടുക്കാൻ പറ്റും. ആരെങ്കിലും ഉണ്ട്? 1/2 ഗ്രാം സ്വർണ്ണത്തിന്റെ പൈസ ആരെങ്കിലും ഉണ്ടോ? 2 പേരൊന്ന് വിളിക്കാൻ മതി. ഞാൻ ദുആ ചെയ്യട്ടെ. ഇതൊന്നും ഇല്ലാതായി പോയി. 4 പവന് 1 ഗ്രാമും ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആരെങ്കിലും ഉസ്താദേ ഒരു 2 പേര് ചേർന്നെങ്കിൽ അങ്ങനെ, 4 പേര് ചേർന്നെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു സഹോദരൻ തുടക്കത്തിൽ 25000 രൂപ അല്ലാഹു അദ്ദേഹത്തിന് നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറ്റുന്നതും പുരാൻ ഇൻഷാ